ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ ഒരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ്ട് കാണിച്ചു തരാം. വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് ആൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വട വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ചായക്ക് വടയാണ് കഴിച്ചത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് വാങ്ങിച്ചതാണ്. മിക്സറുണ്ട്, പിന്നെ ഇങ്ങനത്തെ കുക്കീസ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ കുക്കീസ് ഞാൻ ഇപ്പോൾ കഴിക്കും. 4 എണ്ണം ഉണ്ട്. മിക്സർ വേണമെങ്കിൽ രാത്രി ഉറങ്ങാറാവുമ്പോൾ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാറാവുമ്പോൾ എടുത്തു വെച്ച് വേണമെങ്കിൽ കുറച്ച് വിശപ്പൊന്ന് ഒരു കൊതി വിശപ്പൊക്കെ മാറാൻ വേണ്ടി കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഇതിന് നാളത്തെ വീഡിയോ ആയിട്ടായിരിക്കും വരിക. അതായത് 27-ാം തീയതിയാണ് നാളെ, മെയ് 27 ബുധനാഴ്ച. അപ്പോൾ നാളത്തെ വീഡിയോയുടെ തുടക്കമായിട്ടായിരിക്കും ഈ വീഡിയോ വരണം. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പഠിച്ചത് ജോഗ്രഫിയാണ്. ഇപ്പോൾ പഠിച്ച് നിർത്തിയതേ ഉള്ളൂ. ജോഗ്രഫി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ കുറേ പേരുകൾ വരും. ഇപ്പോൾ ആ പഞ്ചായത്ത്, ആദ്യത്തെ ഇന്ന പഞ്ചായത്ത്, സമ്പൂർണ്ണ വിദ്യ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു വരും നമ്മുടെ കേരള ജോഗ്രഫിയിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ കേരള ജോഗ്രഫിയാണ് പഠിക്കണം. അപ്പോൾ അത് കുറച്ച് ടഫാണ് എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. അത് കാണാതെ പഠിക്കണമല്ലോ, അത് കുറച്ച് പാടാണ്. അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടിയും വരും. എന്നാലും കുഴപ്പമില്ല, പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ജോഗ്രഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു 5000-6000 പേജുള്ള ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൻ്റെ 2 ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ജോഗ്രഫിയുടെ ബുക്ക്, അതിൽ മാത്സ് അങ്ങണ്ട കൂടി വരുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. പിന്നെ സയൻസിൻ്റെ ബുക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ, ഇത് ഇത്രയും കൂടി വരുന്ന വേറൊരു റാങ്ക് ഫയലുണ്ട്. ഒരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2700 തൊട്ട് 2700 4000, അതായത് 3700 4000, ഒരു 1500 പേജ് അടുപ്പിച്ച് ഒരു റാങ്ക് ഫയലിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനത്തെ 2 റാങ്ക് ഫയൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ സമയമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ അടുത്ത വർഷത്തെ LDC, അതിലൊരു റാങ്ക് വാങ്ങിച്ച് വെക്കുക. ജോലിക്ക് പോകണമെന്നല്ല, ഒരു റാങ്ക് വാങ്ങിച്ച് വെക്കുക. അത് കഴിഞ്ഞ് വരണം ഡിഗ്രി ലെവലിൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ, മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണം. അതിൽ ജോലിക്ക് പോകാൻ കണക്കാക്കി അതിലൊരു നല്ല ടോപ്പ് റാങ്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ പഠിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, കാട് പോലെയുണ്ട്. ജോലി കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും പ്ലാൻ Aയും Bയും Cയും Dയും ഒക്കെ കരുതി തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേത് സക്സസ് ആകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് യൂട്യൂബ്. പിന്നെ എനിക്കിഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടണം. പിന്നെ കരിയറിൻ്റെ ഒരു കരിയറായിട്ടും കൂടെ, ഓപ്ഷനായിട്ടും കൂടെ ഞാൻ കാണുന്നുണ്ട്. അല്ലേ, ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, ഒരു വരുമാനം കൂടി കിട്ടണമെന്ന് കരുതി തന്നെ ആയിരിക്കും യൂട്യൂബ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും സ്നാക്സ് കഴിച്ചിട്ട് കേരള ജോഗ്രഫി ഞാൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പഠിക്കുന്നില്ല. ഇന്ന് ഇപ്പോൾ മണി 10 ആയിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോണ ഒന്ന് ടാരോ റീഡിങ് ക്ലാസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ ഉള്ളത് ടാരോ റീഡിങ് കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടാരോ റീഡേഴ്സിൻ്റെ ഹിന്ദിയാണ്, എൻ്റെ മാമിൻ്റെ അടക്കം ഉള്ളതുണ്ട്, ഹിന്ദിയാണ്. അപ്പോൾ അത് കാണുക. മലയാളം ഞാൻ കാണാറില്ല, തമിഴൊന്നും കാണാറില്ല, ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ടാരോ റീഡിങ് ഞാൻ കേൾക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ടാരോ റീഡിങ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ ഷോർട്സ് ആയിട്ട്. അത് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ. അത് ഈ ചാനലിലല്ല, വേറൊരു ചാനലിൽ വരും. ആ ചാനലിൽ കുറച്ചുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട്, അതിൽ ഓൾറെഡി ഞാൻ ഇങ്ങനെ വ്ളോഗ് പോലെ ഇട്ട് 800 സബ്സ്ക്രൈബേഴ്സിന് മുകളിലുണ്ട്. ഇനി ഷോർട്ട് ഇത് ഇട്ടിട്ട്, അതായത് ഇങ്ങനെ, പക്ഷേ വാച്ച് ടൈമോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിൽ ഇനി ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരോ റീഡിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടിട്ട് പോവും. എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു മാമിൻ്റെ അടുത്തും കൂടി പഠിച്ചിട്ട് ലോങ് വീഡിയോസ് ഇടും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ വീഡിയോ ഏതാണെന്ന്, ചാനൽ ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി കാണാം. അതൊരു ഗൈഡൻസ് പോലെയോ പ്രഡിക്ഷൻ പോലെയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. വിശ്വാസമുള്ളവർക്ക് അത് വിശ്വാസമാണ്, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കണ്ടുകൊണ്ടിരിക്കാം. കാണണ്ടെങ്കിൽ കാണണ്ട, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായി കട്ടൻ ചായ ഒന്ന് കുടിച്ച്, നല്ല ചൂടുണ്ട്, ഇത് ചൂട് നിൽക്കണ കപ്പാണ്. അപ്പോൾ എനിക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ചൂട് പോകുമെന്ന്. അതുകൊണ്ട് സാധാരണ ചായയാണ് ഞാൻ കുടിക്കാറ്. പക്ഷേ ചായ ഈ ഒരു നേരവും കൂടെ ഞാൻ കുടിക്കുമ്പോൾ 3 കപ്പ് ചായയാവും ഒരു ദിവസം. സാധാരണ കപ്പ്, പിന്നെ ഈ കപ്പിലൊക്കെ ആയിട്ട്
കുറച്ചുകൂടി മഗ് പോലത്തെ ചെറിയ വലിയ കപ്പ് എല്ലാം കൂടി ഒരു 3 കപ്പ് ചായയാവും. അപ്പോൾ എൻ്റെ ഒരു ബോഡി വെയ്റ്റിന് വണ്ണം കുറയ്ക്കണമെങ്കിൽ 3 കപ്പ് ചായയുടെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് കട്ടൻ ചായ യൂസ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ കട്ടൻ ചായ നമുക്ക് പ്രയോജനപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ രാത്രി കുടിക്കണമെങ്കിൽ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ, ചായ ഒഴിവാക്കുകയാണ്. ചായ രാവിലെ ഒരെണ്ണം കാപ്പിയുടെ കൂടെ കുടിക്കും, അതിനി പാലാക്കി കാച്ചി കുടിക്കണം. എന്നിട്ട് വൈകുന്നേരം മാത്രം ചായയും സ്നാക്സുമായിട്ട് ഒരു നേരം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ചായ കുടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു അറിവ് വെച്ച്. പിന്നെ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ എടുത്തത് അവിടെ കിടപ്പുണ്ട്, അത് പഠിക്കണം. വെയിറ്റ് ലോസിന് എന്തെങ്കിലും ചെയ്യണം, യോഗ ചെയ്യണം, സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ച് അത് സ്റ്റിച്ചിങ് ഒരു ഈ വെഡ്ഡിങ് ബ്രൈഡൽ വർക്കുകളുണ്ടല്ലോ, അത് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ച് വെച്ചേക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാനിലുണ്ട്. വേറെ പറയാത്ത പ്ലാനും ഉണ്ട്, യൂട്യൂബിൽ നമുക്ക് കയറി അങ്ങനെ എല്ലാ നമ്മുടെ പ്ലാനും എല്ലാ സ്ട്രാറ്റജിയും എല്ലാ കാര്യങ്ങളും അങ്ങ് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കണം. അപ്പോൾ അങ്ങനെ പറയാത്ത കാര്യങ്ങളും ഉണ്ട്, എന്നാലും പറയാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തൊരു നാച്ചുറൽ പോലെ ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് നാളത്തെ വീഡിയോയുടെ ഒരു ഇൻട്രോ പോലെ തുടക്കം പോലെ വരുന്നത് ഈ വീഡിയോ ആയിരിക്കും. ഇനി നാളത്തെ വീഡിയോയും കൂടെ ചേർത്ത് നാളെ പഠിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PSC പഠിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് എൻ്റെ ഫുൾ ഫോക്കസ് അതിലോട്ട് പോവും. അപ്പോൾ പിന്നെ കൂടുതൽ കുറച്ച് ഫുഡ് കഴിക്കണതും പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും വരിക. പിന്നെ ഇനി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് വ്ളോഗൊക്കെ ചെയ്യാം. യാത്ര പോകണമെങ്കിൽ യാത്ര പോവാം, അതൊക്കെ എൻ്റെ ഇഷ്ടം. കാരണം നമുക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയാൽ നമ്മളെ കയ്യിലാണല്ലോ, നമുക്ക് നമ്മുടെ കൺട്രോൾ, നമുക്ക് തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യമാണ്. ഞാൻ ഇതുവരെ അത് എൻജോയ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇതുവരെ ഒരു ജോബും ചെയ്തിട്ട് ഒരു ജോബിൽ നിന്നും ഏൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അതൊരു സ്വപ്നത്തിലുള്ള കാര്യമാണ്, ഞാൻ അച്ചീവ് ചെയ്യാൻ പോണ കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഞാൻ ഇതുവരെ അത് അച്ചീവ് ചെയ്തിട്ടില്ല, അതെൻ്റെ വിഷ് ലിസ്റ്റിലുള്ള കാര്യമായിട്ട് പറയേണ്ടി വരും. ഞാൻ കുറച്ച് ലേറ്റായി പോയി, കുറേ ഇഷ്യൂസ് കാരണം, ഹെൽത്ത് ഇഷ്യൂസും വേറെ കുറേ ഇഷ്യൂസ് കാരണം ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി, എൻ്റെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു ഇതിലേക്ക്. ബട്ട് ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്നല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഇനി എന്തായാലും ടാരോ റീഡിങ് കേൾക്കുക, കാണുക, ഈ സ്നാക്സ് കഴിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. യോഗ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ഞാൻ ഒരു 10-15 മിനിറ്റ് ചെയ്യും, ചിലപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ അത് പറയും. കാരണം നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് പറയുമല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാച്ചിയ എണ്ണയുടെ റെസിപ്പി അല്ല, എന്തൊക്കെ ഇട്ടിട്ടാണ് അത് കാച്ചിയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലും തോന്നുന്നു എന്നല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 5-6 വീഡിയോ അല്ലെങ്കിൽ ഒരു 10 വീഡിയോ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ എണ്ണ കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, തമ്പനയിലിൽ വരുന്നതായിട്ട്. മനഃപൂർവ്വം ചെയ്തതല്ല, തമ്പനയിലൊക്കെ താനേ വരണതാണ്. ഞാനങ്ങനെ വലുതായിട്ട് അങ്ങനെ കൊടുക്കാറില്ല, ചെറുതായിട്ട് വല്ലപ്പോഴും അതൊക്കെ നോക്കാറുള്ളൂ. അത് നല്ലൊരു കാച്ചിയ എണ്ണയാണ്, എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് മുടി ഭയങ്കര കട്ടി വെച്ചില്ലെങ്കിൽ പോലും കുറച്ച് നീളം വെച്ചതുപോലെ എനിക്ക് തോന്നി. താരൻ ഭയങ്കരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് താരനുള്ള ഒരു മുടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ബേബി ഹെയർസൊക്കെ വരുമോയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ചുകൂടി മുടി വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് കട്ടിയും കൂടെ വേണം. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാം. ഇപ്പോൾ ആ എണ്ണയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കാച്ചി നോക്കൂ. കാച്ചി എണ്ണ തേക്കണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാച്ചി നോക്കൂ, നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഉറപ്പില്ലാതെയാണ് കാച്ചിയത്, കാരണം വർഷങ്ങളായി ഞാൻ വേറൊരു കമ്പനിയുടെ എണ്ണ, ഒരു ഇതുമില്ല, വെളിച്ചെണ്ണയുടെ തന്നെ ഒരു നോർമലായിട്ടുള്ള ഒരു കമ്പനിയുടെ എണ്ണ അത് വാങ്ങിച്ച് തേക്കുകയാണ്. അപ്പോൾ അത് കമ്പനി ഞാൻ പിന്നെ വേണമെങ്കിൽ പറഞ്ഞുതരാം, എല്ലാവർക്കും അറിയാമെന്നുള്ള തന്നെ, ഒരു നീല കളർ ബോട്ടിലിൽ വരുന്ന എണ്ണ, അതാണ് തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തേക്കുമ്പോൾ എനിക്ക് താരനുണ്ടായിട്ടും വലിയ കുഴപ്പമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതിൽ ആഡ് ചെയ്തിട്ടില്ല. എണ്ണ നോർമൽ വെളിച്ചെണ്ണ മാത്രം ചൂടാക്കിയ പോലെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ കാച്ചിയ എണ്ണയിലേക്ക് മാറിയിട്ടുണ്ട്. രണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി തേക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, കാച്ചിയ എണ്ണ മാത്രം മതി എന്ന് വിചാരിച്ച് ഇപ്പോൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. നല്ല എനിക്കിഷ്ടപ്പെട്ടു. ഇനി കുറച്ചുകൂടി നല്ല കുറേ കൂടി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാച്ചി എടുക്കണം.
ഇപ്പോൾ വളരെ കുറച്ച് കൈ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം ഇട്ടാണ് കാച്ചിയ. സവോള ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ഇത് വരും. ചിലപ്പോൾ ഒരു പാർട്ട് 1 ആയിട്ട് തന്നെ ഇതിടും. കാരണം ഇപ്പോൾ തന്നെ 10 മിനിറ്റായി. എൻ്റെ കയ്യിൽ സ്പേസ് കുറവാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഇതിനെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. നാളത്തെ വീഡിയോയുടെ ഭാഗമാക്കില്ല. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നാളെ വീഡിയോ ചെയ്യാം. നാരായണി ഞാൻ എഴുതുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇത് 8 10 കണ്ടോ, 10 എത്ര ദശകം ആയിട്ടുണ്ട്. 100 ദശകം കണ്ടോ ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ 2 മാസം എടുക്കും. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കണമെന്ന് എനിക്ക് ഞാൻ ഒരാഗ്രഹം വിചാരിച്ചാണ് അത് ചെയ്യണം. ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെ ആഗ്രഹം നടക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഗ്രഹം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ചിലർക്ക് പൊട്ടത്തരമായിട്ട് തോന്നാം, എന്നാലും എനിക്കത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അറ്റ് പ്രസൻറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാം ശരിയായിട്ട് നമ്മളെന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരുന്ന് പോവും. അതുകൊണ്ട് മാക്സിമം അറ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുകയാണെങ്കിലും എന്ത് തന്നെ ആയാലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇന്ന് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങുക. മോശം കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്പിരിച്വൽ ആയതുകൊണ്ട് പറയുകയല്ല. തിരിച്ചടിക്കുന്ന ദിവസം താങ്ങാൻ പറ്റിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ യൂണിവേഴ്സും അത് തന്നെ നമുക്ക് തിരിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ല, വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ശരി, ഞാൻ ഈ സ്നാക്സൊക്കെ കഴിച്ചിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വേർക്കുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം. എന്നിട്ട് ടാരോ റീഡിങ്ങൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത്രയേ ഉള്ളൂ. ബൈ.